Hello and welcome back to the channel. ഞാൻ JOY MRC. അപ്പോൾ ഈ ഇയർ 2021 നമ്മുടെ വണ്ടികളുടെ റണ്ണിങ് കാര്യമായിട്ട് കുറയുന്നുണ്ട്. കാര്യം ഒരുപാട് ട്രാവൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ലോ യൂസേജ് കാരണം നമുക്ക് കിട്ടാവുന്ന ഇഷ്യൂസിനെ സോർട്ട് ചെയ്യാൻ പറ്റുന്ന 7 പ്രോഡക്റ്റ്സാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ആമസോണിൽ അവൈലബിൾ ആണ്. വളരെ ലോ കോസ്റ്റ് ആണ്, ഈസി ടു യൂസ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, അപ്പോൾ ഈ ഇരിക്കുന്ന പ്രോഡക്റ്റ്സാണ് നമ്മളിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മൾട്ടിമീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഡിജിറ്റൽ മൾട്ടിമീറ്ററിന് ഒരുപാട് യൂസ് ഉണ്ട്. പക്ഷേ നമ്മുടെ യൂസ് കേസിന് നമ്മൾ ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യാനും പിന്നീട് എന്തെങ്കിലും വയർ ബ്രേക്ക് ഉണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. 200 റുപ്പീസേ വരുന്നുള്ളൂ. അക്സെപ്റ്റബിൾ ക്വാളിറ്റിയാണ്. ബട്ട് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാസ്റ്റെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മൾട്ടിമീറ്റർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിന് ഓൾമോസ്റ്റ് 4 times പ്രൈസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് കാണാനായിട്ട് DC വോൾട്ട്സിൽ 20 സെറ്റ് ചെയ്യണം. ദെൻ നമ്മുടെ ലീഡ്സ് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബാറ്ററി വോൾട്ടേജ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഫുള്ളി ചാർജ്ഡ് ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 12.6+ കാണിക്കണം. 12.75 ആണ് നമ്മുടെ റീഡിങ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മുടെ ബേസിക് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് കാണാൻ വേണ്ടിയാണ് മേടിക്കുന്നതെങ്കിൽ ഈ മോഡൽ തന്നെ മതിയാവും. അധികം കാശ് മൾട്ടിമീറ്ററിൽ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ എക്സാക്ട് മോഡൽ പല വെൻഡേഴ്സിൻ്റെ കയ്യിലും ഈ ഒരു യെല്ലോ കളർ സാധനം അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഫങ്ഷൻസ് എല്ലാം ഇതിൽ സെയിം ആയിരിക്കും. ജസ്റ്റ് ആ ഒരു ബാറ്ററിയുടെ ക്വാളിറ്റിയും മറ്റേ വ്യത്യാസം. ഇനി സെക്കൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ റിലേറ്റഡ് ടൂളാണ്. ഇതൊരു സ്പാനർ സെറ്റാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ സെറ്റായിട്ട് മേടിക്കാൻ പറ്റും. നമുക്കല്ലാതെ ഹാർഡ്വെയർ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പീസായിട്ടും കിട്ടുന്നതാണ്. ഇതിൻ്റെ പ്രൈസും ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഓൾമോസ്റ്റ് 10 years മുന്നേ മേടിച്ച സെറ്റാണ്. സാംസങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ്. അന്ന് വളരെ ലോ കോസ്റ്റിൽ മേടിച്ചാണ്. പക്ഷേ ഇപ്പോഴും അതിന് വേറെ ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഈ ബ്രാൻഡ് നല്ലതാണ്. ബട്ട് മെക്കാനിക്സ് എല്ലാം പ്രിഫർ ചെയ്യുന്നത് സ്റ്റാൻലി എന്ന് പറയുന്ന കമ്പനിയുടെ ടൂൾസാണ് പ്രൊഫഷണൽസ് എല്ലാം യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാവുന്നതാണ്. എല്ലാ സിംഗിൾ പീസ് മേടിച്ചാലും മതി. നിങ്ങൾ ടൂൾസൊക്കെ വൺസ് മേടിക്കുന്ന സാധനമായതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് റിംഗ് സ്പാനേഴ്സ് എന്നാണ് പറയുന്നത്. ഇതെൻ്റെ പർപ്പസിനനുസരിച്ച് ഞാൻ സിംഗിൾ പീസ് ഞാൻ ഹാർഡ്വെയർ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ സ്പാനർ നോക്കിക്കഴിഞ്ഞിട്ട് നമ്പർ 3 പ്രോഡക്റ്റായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കാർ ബാറ്ററി ചാർജറാണ്. ബോഷിൻ്റെ C3 എന്ന് പറയുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ള ചാർജർ. ബട്ട് ഇത് ഒരു നല്ലൊരു ആൾട്ടർനേറ്റീവാണ്. എക്സ്റ്റൻഷൻ ബോഡി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ്. ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, പഞ്ചാബിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മുടെ ബാറ്ററിയിൽ ഓവർ ചാർജിങ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ദെൻ ബാറ്ററി ചാർജ് ആയതിനു ശേഷം ഇൻഡിക്കേഷൻ മാറി റെഡിലോട്ട് മാറുന്നതാണ്. അത് മാത്രമല്ല ട്രിക്കിൾ ചാർജിങ് അവൈലബിൾ ആണ്. ദെൻ ഫ്യൂസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ടെർമിനൽസ് നമ്മൾ ഷോർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതേ പോകത്തുള്ളൂ. അത് റീപ്ലേസ് ചെയ്തിട്ടാൽ നമുക്ക് വീണ്ടും ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിനൊരു 1600 റുപ്പീസേ വിത്ത് ഡെലിവറി വരുന്നുള്ളൂ. വളരെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇത്രയും ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മൾ ബാറ്ററിയുടെ ടെർമിനൽ കൊറോഷൻ, ഒരു സോൾട്ട് പോലെ ഒരു സാധനം നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ടെർമിനൽ കൊറോഷനാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് ബാറ്ററി ടെർമിനൽ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞ് ഷീബ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റാണ്. ഓൾമോസ്റ്റ് 190 റുപ്പീസാണ് ഓൺലൈൻ വരുന്നത്. ഒന്ന് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ വണ്ടിയിൽ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെർമിനലിൽ ആ ഒരു സോൾട്ട് ഫോർമേഷൻ വരുന്നില്ല. അത് വരാത്തത് കൊണ്ട് തന്നെ ബാറ്ററിക്ക് ലോങ് ലൈഫ് കിട്ടും. 4th പ്രോഡക്റ്റായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മൾട്ടിപർപ്പസ് സ്പ്രേ ആണ്. WD-40 എന്നാണ് പേര്. പിഡിലൈറ്റാണ് ഇത് ഇന്ത്യയിൽ സെല്ല് ചെയ്യുന്നത്. ലിറ്ററലി 1000 യൂസസ് ആണ് ഈ സ്പ്രേക്ക്. ഒരു പെനിട്രേറ്റിംഗ് ഫ്ലൂയിഡാണ്, ഒരു പ്രൊട്ടക്റ്റൻ്റാണ്, ലൂബ്രിക്കൻ്റാണ്, എല്ലാ പർപ്പസും ചെയ്യും. നമ്മുടെ വീട്ടിൽ ഒരുപാട് യൂസുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ നിങ്ങൾ നെറ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ബോട്ടിലിന് ഏതാണ്ട് 350 റുപ്പീസ് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. 330 റുപ്പീസാണ് ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഫെവിക്കോളൊക്കെ ഉണ്ടാക്കുന്ന പിഡ്ലൈറ്റാണ് സെല്ല് ചെയ്യുന്നത്. അവരുടെ ഇക്വലൻ്റ് ആയിട്ടുള്ള തന്നെ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ഉണ്ട്, സോറി KT8. അതിന് കുറച്ചുകൂടെ ലോവർ പ്രൈസാണ്.
അതും ഓൺലൈൻ അവൈലബിൾ ആണ്, ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് വാങ്ങിച്ച് വെച്ചേക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ വീട്ടിൽ. കാർ ബാറ്ററി ചാർജർ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ. അതാണ് നമ്പർ 5. നമ്മളിവിടെ കാണുന്നത് കോയിഡോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടയർ ഇൻഫ്ലേറ്ററാണ്. ഇപ്പോൾ മോഡൽ ചേഞ്ച് ആയിട്ടുണ്ട്, കാരണം ഇതൊരു 2015 മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. മിഷ്ലിൻ എന്ന് പറയുന്ന ബ്രാൻഡും വളരെ നല്ല ടയർ ഇൻഫ്ലേറ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 2000 റുപ്പീസ് മുതൽ മേലോട്ടാണ് ഇതിൻ്റെ വില വരുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന പർട്ടിക്കുലർ മോഡൽ വണ്ടിയുടെ പവർ ഔട്ട്ലെറ്റിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്. ഇതല്ലാതെ ഒരു റീചാർജബിൾ ടൈപ്പ് ഇൻഫ്ലേറ്ററും ഉണ്ട്. MI എന്ന് പറയുന്ന ബ്രാൻഡാണ് ആ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു 2500 റുപ്പീസാണ് വിലയുള്ളത്. 2 വീലേഴ്സിനും സൈക്കിൾസിനൊക്കെയാണ് അത് ബെറ്റർ ആയിട്ടുള്ളത്. കാറിന് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷേ കോമ്പാക്ട് സൈസാണ് അതിൻ്റെത്. നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ പവർ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റും. നല്ല ഇതുവരെ 2015 തൊട്ട് എനിക്ക് വേറെ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. ഈ കാർ ടയറും 2 വീലേഴ്സും അല്ലാതെ തന്നെ നമുക്ക് കുറച്ച് അറ്റാച്ച്മെൻറ്റ്സ് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഫുട്ബോൾ, നമ്മുടെ ഈ പ്രഷറൈസ്ഡ് ക്യാനെല്ലാം ഫില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. സോ യൂസ്ഫുള്ളാണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ. നമ്പർ 6 പൊസിഷനിൽ നമ്മൾ നോക്കുന്നത് കാറിൻ്റെ ബ്ലൂടൂത്ത് OBD2 അഡാപ്റ്ററാണ്. ഇത് ELM 327 എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ നോക്കുന്നത്. അറൗണ്ട് 400 റുപ്പീസാണ് ആമസോണിൽ പ്രൈസ് വരുന്നത്. ഇതല്ലാതെ VGATൻ്റെ iCar2 എന്ന് പറയുന്ന ഒരു മോഡലും ഉണ്ട്. ഏതാണ്ട് 1400 റുപ്പീസാണ്. അതിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് വരും, അത് തന്നെയാണ് വ്യത്യാസം. ഫംഗ്ഷനലി വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കാറിൻ്റെ OBD2 പോർട്ടിൽ ഈ ഡിവൈസ് പ്ലഗ് ഇൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോണിലെ ആപ്ലിക്കേഷൻ വഴി, അതായത് ആൻഡ്രോയിഡോ iOSോ സോഫ്റ്റ്വെയറിലുള്ള ആപ്ലിക്കേഷൻ വഴി നമ്മുടെ വണ്ടിയുടെ എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈവൻ ചെക്ക് എൻജിൻ ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും അതെന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാനും അത് റീസെറ്റ് ചെയ്യാനും, നമ്മുടെ ചെക്ക് എൻജിൻ ലൈറ്റ് ക്ലിയർ ചെയ്യാനും ഈ ഡിവൈസ് കൊണ്ട് പറ്റും. അത് മാത്രമല്ല, റിയൽ ടൈം ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയെ സംബന്ധിക്കുന്ന എല്ലാവിധ ഇൻഫർമേഷൻസും എല്ലാ സെൻസേഴ്സിൻ്റെ പാരാമീറ്റേഴ്സും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈവൻ 0 to 100 ടൈമിങ്സ് പോലുള്ള കാര്യങ്ങൾ വരെ ലൈവായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മുടെ കാറിലൊരു ആൻഡ്രോയിഡ് സീരിയോ ഉണ്ടെങ്കിൽ ഈ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് അതിലും ഡയറക്റ്റായിട്ട് ഇതിൻ്റെ വാല്യൂ മാപ്പ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിലും നമുക്ക് ഈ ആപ്പ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. ഈ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് വണ്ടിയുടെ എൻജിൻ റിലേറ്റഡ് കോഴ്സ് മാത്രമേ എടുക്കാൻ പറ്റൂ. ABS റിലേറ്റഡ് ഫോൾട്ട്സ് എടുക്കാനോ ക്ലിയർ ചെയ്യാനോ പറ്റില്ല. അതുപോലെ കീ പ്രോഗ്രാമിംഗ് പോലെയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതിന് പ്രൊഫഷണൽ മെഷീൻ വേണം. 7th ആൻഡ് ഫൈനലായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കാറിൽ റാറ്റ് പ്രൂഫിംഗ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ സൊല്യൂഷനാണ്. അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ള പല പ്രോഡക്ട്സും മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ റാറ്റ് പ്രൂഫിംഗ് ചെയ്യാൻ പറ്റിയ എന്നാൽ എഫക്റ്റീവാണെന്ന് എൻ്റെ പേഴ്സണൽ യൂസിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് നമ്മുടെ നോർമൽ തുണി മാസ്കും നാഫ്തലിൻ ബോൾസുമാണ്, അതായത് പാറ്റ ഗുളികയാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വണ്ടിയുടെ ഫയർ വാളിനോട് ചേർന്ന് 2 സൈഡിലും നമ്മുടെ തുണി മാസ്കിൽ ഈ നാഫ്തലിൻ ബോൾസ് കെട്ടി 2 സൈഡിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് റാറ്റ്സ് നമ്മുടെ വണ്ടിയിലൊന്ന് നെസ്റ്റ് ചെയ്യുന്നത് തടയാൻ പറ്റും. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത്രയും നാളായിട്ടും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റാറ്റ്സ് വന്നാലുള്ള ഇഷ്യൂ, റാറ്റ്സ് കയറിയിട്ട് വെറുതെ ഇരിക്കത്തില്ല. നമ്മുടെ വയറിംഗ് ഹാർനസിലും എല്ലാം ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് വണ്ടിയുടെ വില അനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപ വരെ ചിലവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ വലിയ വലിയ റിപ്പയർസിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെക്കാനിക്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ഈ ബാറ്ററി ഡെഡ് ആയതുപോലെ തന്നെ വലിയൊരു ഇഷ്യൂ ആണ് ഈ വണ്ടികളിൽ ഈ റാറ്റ്സ് കയറിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിപ്പയർസ് അവർക്ക് വലിയ ഒരു പണിയായിരുന്നു. അപ്പോൾ ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാം. ഇനി ഇതല്ല, നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് വേണ്ടത്. എന്തെങ്കിലും രീതിയിൽ ഈ നാഫ്തലിൻ ബോൾസിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3Mൻ്റെ സൊല്യൂഷൻ അവൈലബിൾ ആണ്. അതൊരു സ്പ്രേ ബോട്ടിലിൽ കിട്ടുന്നതാണ്. അതൊരു 6 months വാറൻറ്റിയാണ് കമ്പനി പറയുന്നത്. ടഫ് കോട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ 350 റുപ്പീസിനും പല പ്രൈസ് റേഞ്ചിലും നമുക്ക് ഇതിനുള്ള ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പ്രോഡക്ട്സിൻ്റെ എഫക്റ്റീവ്നെസ് എത്ര ആണെന്നുള്ളത് കമ്പനിയും ഒരു സ്റ്റാർട്ട് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 15 to 50 റുപ്പീസിന് അണ്ടറിൽ നമുക്ക് നാഫ്തലിൻ ബോൾസും കോട്ടൺ മാസ്കും വെച്ചിട്ടൊരു വർക്ക് ചെയ്യുന്നൊരു സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് അത് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ കാണിച്ച 7 പ്രോഡക്റ്റ്സാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു ലോക്ക്ഡൗൺ വന്നാലും ഈ പ്രോഡക്റ്റ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആവാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കൂൾ ഓട്ടോമോട്ടീവ് ഹാക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്തേക്കുക. പുതിയൊരു ഓട്ടോമോട്ടീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലത്തേക്ക് ബൈ.